Hello friends, once again welcome to the Zero to Point Spoken English class. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് അതിലെ ചില പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വായന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷാ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വായന എന്നുള്ളത് നിങ്ങൾക്കറിയാം. വായനയിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഒന്ന്, നമുക്കതുകൊണ്ട് നമ്മുടെ റീഡിംഗ് ഫ്ലുവൻസി അത് ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായകമാകും. അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി നമുക്ക് ഡെവലപ്പ് ചെയ്യാനും വായനയിലൂടെ നമുക്ക് സഹായകമാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. കോവിഡ് കാലത്ത് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു തുടങ്ങാം. COVID-19 scams are rising drastically. How to protect yourself. COVID-19 തട്ടിപ്പുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗുരുതരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെങ്ങനെ സ്വയം സംരക്ഷിക്കാം? COVID-19 സ്കാംസ്, COVID-19 തട്ടിപ്പുകൾ. സ്കാംസ് എന്ന് പറഞ്ഞാൽ, സ്കാം എന്ന് പറയുന്നത് തട്ടിപ്പ്, വഞ്ചന എന്നീ ആശയങ്ങൾക്കൊക്കെയാണ്. റൈസിങ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. അതുകൊണ്ടാണ് സ്കാംസ് എന്നുള്ളത് ബഹുവചനമായതുകൊണ്ട്, പ്ലൂരലായതുകൊണ്ട് ആർ എന്നുള്ള സഹായക്രിയ ഉപയോഗിച്ചത്. നമ്മളിവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡ്രാസ്റ്റിക്കലി എന്ന് പറഞ്ഞാൽ ഗുരുതരമായി, വളരെ ഗൗരവപൂർവം, വളരെ അധികമായിട്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. ഹൗ ടു പ്രൊട്ടക്റ്റ്, എങ്ങനെ സംരക്ഷിക്കാം യുവർ സെൽഫ്, യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ, നിങ്ങൾക്ക് തന്നെ എന്നീ ആശയങ്ങൾക്കൊക്കെയാണ് യുവർ സെൽഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഇവിടെ നമുക്കിവിടെ ഉദ്ദേശം സ്വയം എന്നുള്ള ആശയമാണ്. നമുക്കിവിടെ എങ്ങനെ സ്വയം, നിങ്ങൾക്ക് തന്നെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്വയം സംരക്ഷിക്കാം എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരാശയം. In the wake of COVID-19, hackers have started using public fear around the pandemic to carry out malware and phishing attacks. In the wake of COVID-19, COVID-19നെ തുടർന്ന്, in the wake of എന്നുള്ളത് ഒരു ഫ്രേസാണ്. അതായത് ഒരു കാര്യത്തെ ഫോളോവിങ് സംവൺ അല്ലെങ്കിൽ ഫോളോവിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തുടർന്ന് അതിൻ്റെ പരിണിത ഫലമായി എന്നീ ആശയങ്ങൾക്കൊക്കെയാണ് ഇൻ ദി വെയ്ക്ക് ഓഫ് എന്ന് പറയുക. നമ്മൾ മലയാളത്തിൽ കൂടുതലും ഒരു കാര്യത്തെ തുടർന്ന് എന്ന വാക്ക്, തുടർന്ന് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു ആശയത്തിനാണ് ഇൻ ദി വെയ്ക്ക് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്, എന്ന ഫ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻ ദി വെയ്ക്ക് ഓഫ് COVID-19നെ തുടർന്ന് ഹാക്കേഴ്സ് ഹാവ് സ്റ്റാർട്ടഡ്, ഹാക്കർമാർ തുടങ്ങിയിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് ഹാക്കേഴ്സ് എന്നുള്ള സബ്ജക്റ്റ് അത് പ്ലൂരലായതുകൊണ്ട് ഹാവ് എന്നുള്ള സഹായക്രിയ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. യൂസിങ് പബ്ലിക് ഫിയേഴ്സ്. യൂസിങ് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക, ഉപയോഗപ്പെടുത്തുക. എന്തിനാണ് ഹാക്കർമാർ തുടങ്ങിയിട്ടുള്ളത്? യൂസിങ് പബ്ലിക് ഫിയേഴ്സ്, ജനങ്ങളുടെ ഭയത്തെ ഉപയോഗപ്പെടുത്താൻ, പ്രയോജനപ്പെടുത്താൻ. യൂസിങ് എന്ന് പറഞ്ഞാൽ ഉപയോഗപ്പെടുത്തുക, പബ്ലിക് ഫിയർ ജനങ്ങളുടെ ഭയത്തെ. എന്ത് ഭയം? അറൗണ്ട് ദി പാൻഡമിക്, ഈ ഒരു മഹാമാരി, ഈ ഒരു പാൻഡമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാമാരി, അതുപോലെ ഈ പകർച്ചവ്യാധി എന്ന ആശയങ്ങളിലൊക്കെയാണ് നമ്മൾ പാൻഡമിക് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. അപ്പോൾ അറൗണ്ട് ദി പാൻഡമിക്, ഈ ഒരു പാൻഡമിക്, കൊറോണ എന്ന ഈ ഒരു പാൻഡമിക്, ഈ ഒരു പകർച്ചവ്യാധി, ഈ ഒരു മഹാമാരിക്ക് ചുറ്റിപ്പറ്റിയുള്ള, അറൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും, അതായത് ചുറ്റുമുള്ള എന്ന ആശയം. അപ്പോൾ അറൗണ്ട് ദി പാൻഡമിക്, ഈ ഒരു മഹാമാരിക്ക് ചുറ്റുമുള്ള, ഈ ഒരു മഹാമാരിയെ ചുറ്റിപ്പറ്റിയുള്ള ജനങ്ങളുടെ ഭയത്തെ ഉപയോഗപ്പെടുത്താൻ. എന്തിനാണ് ഇവർ ഉപയോഗപ്പെടുത്തുന്നത്? ടു ക്യാരി ഔട്ട് മൽവെയർ ആൻഡ് ഫിഷിംഗ് അറ്റാക്സ്. ടു ക്യാരി ഔട്ട് മൽവെയർ ആൻഡ് ഫിഷിംഗ് അറ്റാക്സ്, ഫിഷിംഗ് അറ്റാക്കുകളെയും അതുപോലെ തന്നെ മൽവെയറുകളെയും ചെയ്യുന്നതിന് വേണ്ടി. ടു ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ, ക്യാരി ഔട്ട് എന്നുള്ള ഫ്രേസ് ഉപയോഗിക്കുന്നത് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാരി ഔട്ട് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. മറ്റർത്ഥങ്ങൾക്കൊക്കെ ക്യാരി ഔട്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഒരു ഫ്രേസായിട്ടാണ് ക്യാരി ഔട്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്.
ടു ഡു എ പർട്ടിക്കുലർ തിങ്, അതാണ് ക്യാരി ഔട്ട് എന്നതിൻ്റെ മീനിങ്. അപ്പോൾ അതുപോലെ മൽവെയറുകളും അതുപോലെ ഫിഷിംഗ് അറ്റാക്സ്. മൽവെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ തകരാറിലാക്കുന്ന പ്രോഗ്രാമുകൾ, നമ്മുടെ വൈറസുകളൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ തകരാറിലാക്കുന്ന പ്രോഗ്രാംസിനാണ് മൽവെയർ എന്ന് പറയുക. അതുപോലെ തന്നെ ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഇൻ്റർനെറ്റ് വഴി ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ സാമ്പത്തികമായ വിവരങ്ങൾ തട്ടിയെടുക്കുക, ചോർത്തിയെടുക്കുന്നതിനാണ് ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, ഫിഷിംഗ് അറ്റാക്സുകളും അതുപോലെ തന്നെ മൽവെയറുകളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മഹാമാരിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ജനങ്ങളുടെ ഭയത്തെ ദുരുപയോഗം ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഹാക്കർമാർ അവർ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ പറയുന്നത്. Companies like Google are working aggressively to block as many of these attacks as possible. Companies like Google are working aggressively. ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കമ്പനീസ് ലൈക്ക് ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ, ലൈക്ക് എന്നുള്ളത് പോലെ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത്. ആർ വർക്കിംഗ്, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, അതായത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ ഇപ്പോൾ വളരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ്? ഇവിടെ കമ്പനീസ് എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ എന്നുള്ള സഹായക്രിയ ഇവിടെ ഉപയോഗിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എങ്ങനെ? അഗ്രസീവ്ലി വളരെ അഗ്രസീവ് എന്ന് പറഞ്ഞാൽ വളരെ ഫോഴ്സ്ഫുൾ വേ, വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? ടു ബ്ലോക്ക് ആസ് മെനി ഓഫ് ദീസ് അറ്റാക്സ് ആസ് പോസിബിൾ, കഴിയുന്നിടത്തോളം, സാധ്യമാകുന്നിടത്തോളം ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ടു ബ്ലോക്ക്, തടയുന്നതിന്. ആസ് മെനി ഓഫ് ദീസ് അറ്റാക്സ്. ആസ് മെനി എന്നുള്ളത് ഒരു ഫ്രേസാണ്. ഇതിൻ്റെ ആശയം ദ സെയിം നമ്പർ ഓഫ്, എത്രത്തോളമാണോ അത്രത്തോളം എന്നതാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ആസ് മെനി ഓഫ് ദീസ് അറ്റാക്സ്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ എത്രത്തോളമാണോ അത്രത്തോളം അതിനെ തടയുന്നതിന് വേണ്ടി, ആസ് പോസിബിൾ, സാധ്യമാകുന്നിടത്തോളം ഈ അക്രമങ്ങളെ തടയുന്നതിന് വേണ്ടി ഗൂഗിൾ പോലെയുള്ള കമ്പനികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു സെൻറ്റൻസിലെ ആശയം. നമുക്ക് വായന തുടരാം. നൗ ടു ഹെൽപ്പ് യു അവോയ്ഡ് ദിസ് വി ഹാവ് സം യൂസ്ഫുൾ ടിപ്സ്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്. ഈ സ്ഥിതിയിൽ നിങ്ങളെ സഹായിക്കുന്നതിന് ഞങ്ങളുടെ പക്കൽ ചില ഉപകാരപ്രദമായ ഫലപ്രദമായ നിർദ്ദേശങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്നതാണ് സെൻറ്റൻസിൻ്റെ ആശയം. ഇനി നമുക്ക് ഓരോ വാക്കുകളും എടുത്ത് പരിശോധിക്കാം. നൗ എന്നുള്ളത് ഇപ്പോൾ എന്നുള്ള ആശയത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഈ ഒരു സ്ഥിതിയിൽ എന്നതാണ് ഇവിടെയുള്ള ആശയം. ഈ ഒരു സാഹചര്യത്തിൽ എന്നതാണ് നൗ എന്നതുകൊണ്ട് ഇവിടെയുള്ള ഉദ്ദേശം. ടു ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കാൻ. അവോയ്ഡ് ദിസ്, എന്തിന് സഹായിക്കുക? അവോയ്ഡ് ദിസ്, ഇതിനെ ഒഴിവാക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ. വി ഹാവ്, നമുക്കുണ്ട്. സം യൂസ്ഫുൾ ടിപ്സ്, സം അല്പം യൂസ്ഫുൾ, ഫലപ്രദമായ ഉപകാരപ്രദമായ ടിപ്സ്, നിർദ്ദേശങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്, ഇത് നല്ലൊരു പ്രയോഗമാണ്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക്, നമുക്കൊന്ന് നോക്കാം എന്നുള്ളതാണ് ഈ ഒരു പ്രയോഗം കൊണ്ടുള്ള ഉദ്ദേശം. നല്ലൊരു ഉപയോഗമാണ്, നമ്മളത് മനസ്സിലാക്കി വെക്കുക. ടിപ്പ് നമ്പർ 1, ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്. നോ ദ ബേസിക് മോഡ്സ് ഓഫ് അറ്റാക്ക്. ആക്രമണത്തിൻ്റെ അടിസ്ഥാന രീതി മനസ്സിലാക്കുക. നോ, അറിയുക. ദ ബേസിക് മോഡ്സ്, അടിസ്ഥാന രീതി ഓഫ് അറ്റാക്സ്, ആക്രമണത്തിൻ്റെ അടിസ്ഥാന രീതി മനസ്സിലാക്കുക. മോസ്റ്റ് COVID-19 scams seen in the last 2 months have been carried out via phishing emails, fake websites or a combination of the two. കഴിഞ്ഞ 2 മാസങ്ങളിൽ കാണപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം COVID-19 തട്ടിപ്പുകളും, മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലെങ്കിൽ മിക്ക, ഏറെക്കുറെ എന്നൊക്കെ, ഏറെക്കുറെ എന്നല്ല, നമ്മൾ ഭൂരിഭാഗം എന്ന ആശയത്തിനാണ് നമ്മൾ മോസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. മോസ്റ്റ് COVID-19 സ്കാംസ്, ഭൂരിഭാഗം COVID-19 തട്ടിപ്പുകളും, സീൻ കാണപ്പെട്ടിട്ടുള്ള, ഇൻ ദി ലാസ്റ്റ് 2 months കഴിഞ്ഞ 2 മാസങ്ങളിൽ, ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട്, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ആ ഒരു ടെൻസിൽ നമുക്ക് കിട്ടുന്ന
ആശയം, ആ ഒരു ആശയത്തിൽ പറയാൻ വേണ്ടി ആ ടെൻസ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ അത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഹാവ് ബീൻ ക്യാരിഡ് ഔട്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വിയ ഫിഷിംഗ് ഇമെയിൽസ്, ഏത് വഴിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിയ എന്ന് പറഞ്ഞാൽ മാർഗം, വഴി എന്നൊക്കെ അർത്ഥം. ഫിഷിംഗ് ഇമെയിൽസ്, നമ്മൾ ഫിഷിംഗ് എന്നതിൻ്റെ മീനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഫിഷിംഗ് ഇമെയിൽസ് വഴിയും, അതുപോലെ തന്നെ ഫേക്ക് വെബ്സൈറ്റ്സ്, വ്യാജ വെബ്സൈറ്റുകൾ വഴിയും, അതുപോലെ ഓർ എ കോമ്പിനേഷൻ ഓഫ് ദി ടു, ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനിലൂടെയും, അതായത് ഈ രണ്ടും കൂടി ചേർന്ന രീതിയിലും അവർ ഈ അവരുടെ മൽവെയറുകളെയും അതുപോലെ ഫിഷിംഗ് അറ്റാക്സും ഒക്കെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ആശയം. ദിസ് ഈസ് എ വൈഡ്ലി യൂസ്ഡ് അറ്റാക്ക് വെക്റ്റർ, വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു അറ്റാക്ക് വെക്റ്ററാണിത്. ദിസ് ഈസ്, ഇതാകുന്നു, ഒരു വൈഡ്ലി എന്ന് പറഞ്ഞാൽ പരക്കെ, വ്യാപകമായിട്ട് യൂസ്ഡ്, ഉപയോഗിച്ച അറ്റാക്ക് വെക്റ്റർ. അറ്റാക്ക് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഹാക്കർമാർ ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ മാർഗങ്ങളെയാണ് അറ്റാക്ക് വെക്റ്റർ എന്ന് പറയുക. അപ്പോൾ അവർ കൂടുതലായിട്ടും വ്യാപകമായിട്ട് ഉപയോഗിച്ച ഒരു ഹാക്ക് ചെയ്യാൻ ഉപയോഗിച്ച രീതിയാണ് ഈ പറഞ്ഞ കാര്യം എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്ന ആശയം. നമുക്ക് വായന തുടരാം. സോ ബി എക്സ്ട്രാ കെയർഫുൾ വൈൽ ഗോയിങ് ത്രൂ എനി COVID-19 റിലേറ്റഡ് മെസ്സേജ് ഓർ കോൾ. അതിനാൽ COVID-19 ബന്ധപ്പെട്ട മെസ്സേജോ കോളോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ജാഗ്രത കാണിക്കുക, നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരാവുക എന്നതാണ് ഈ പറയുന്ന ആശയം. ഇനി നമുക്ക് ഓരോ വാക്കുകളും എടുത്ത് പരിശോധിച്ച് നോക്കാം. സോ എന്ന് പറഞ്ഞാൽ അതിനാൽ, അത് കാരണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബി, നിങ്ങളാവുക, എന്താണ് ആവേണ്ടത്? എക്സ്ട്രാ കെയർഫുൾ, നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരാവുക. എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ കൂടുതൽ, കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കാണിക്കുക, ജാഗ്രത കാണിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ സോ എക്സ്ട്രാ കെയർഫുൾ, നിങ്ങൾ കൂടുതൽ ജാഗ്രതയുള്ളവരാവുക. എപ്പോഴാണ്? വൈൽ എന്ന് പറയുമ്പോൾ അപ്പോൾ, ആ സമയത്ത്, ഒരു സമയത്തേക്ക് സൂചിപ്പിക്കുന്നതാണ് വൈൽ എന്നുള്ള വാക്ക്. അപ്പോൾ വൈൽ, അപ്പോൾ, എപ്പോൾ. ഗോയിങ് ത്രൂ എന്ന് പറയുന്നത് ഒരു ഫ്രേസാണ്, അതായത് തരണം ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ ആശയം. തരണം ചെയ്യുക, പരിഗണിക്കുക എന്നതൊക്കെയാണ് ഗോ ത്രൂ എന്ന ഫ്രേസിൻ്റെ ഉദ്ദേശം. ഇവിടെ നമ്മൾ ഗോയിങ് ത്രൂ എനി COVID-19 റിലേറ്റഡ്, ഗോയിങ് ത്രൂ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്തിനെ? എനി COVID-19 റിലേറ്റഡ്, COVID-19 ബന്ധപ്പെട്ട ഏതൊരു, എനി എന്നുള്ളത് ഏതൊരു എന്നുള്ള ആശയമാണ്. COVID-19 റിലേറ്റഡ്, COVID-19 ബന്ധപ്പെട്ട മെസ്സേജ് ഓർ കോൾ, മെസ്സേജോ കോളോ, COVID-19 ബന്ധപ്പെട്ട മെസ്സേജ് അല്ലെങ്കിൽ കോൾ, ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ കൂടുതൽ ജാഗ്രതയുള്ളവരാകണം എന്നതാണ് ഈ ഒരു ആശയം, ഈ ഒരു സെൻറ്റൻസ് നമ്മളോട് പറയുന്ന ആശയം. ഇനി നമുക്ക് തുടർന്ന് വായിക്കാം. ടിപ്പ് 2, രണ്ടാമത്തെ ടിപ്പാണ്, രണ്ടാമത്തെ നിർദ്ദേശമാണ് നമ്മൾ വായിക്കുന്നത്. കീപ്പ് ആൻ ഐ ഔട്ട് ഫോർ ഇൻഫർമേഷൻ റിക്വസ്റ്റ്. നല്ലൊരു ഫ്രേസാണ് ആ പറഞ്ഞിട്ടുള്ളത്. കീപ്പ് ആൻ ഐ ഔട്ട് ഫോർ ഇൻഫർമേഷൻ റിക്വസ്റ്റ്, വിവരശേഖരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ കീപ്പ് ആൻ ഐ ഔട്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഓപ്പൺ എന്നീ രണ്ട് ഉപയോഗവുമുണ്ട്. നിങ്ങൾ ശ്രദ്ധ കാണിക്കുക. നമ്മൾ മലയാളത്തിൽ കണ്ണ് തുറന്നിരിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് കീപ്പ് ആൻ ഐ ഔട്ട് അല്ലെങ്കിൽ കീപ്പ് ആൻ ഐ ഓപ്പൺ എന്ന് പറയുന്നത്. കണ്ണ് തുറന്നിരിക്കുക, നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കുക. എന്തിന്? ഫോർ ഇൻഫർമേഷൻ റിക്വസ്റ്റ്, വിവരശേഖരണത്തെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുക, വിവരശേഖരണത്തെ നിങ്ങൾ ശ്രദ്ധ കാണിക്കുക എന്നതാണ് പറയുന്നത്. ഇഫ് ദി പേഴ്സൺ ഹു ഹാസ് ഗോട്ടൺ ഇൻ ടച്ച് വിത്ത് യു ഹാസ് റിക്വസ്റ്റഡ്, നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, നമുക്കതിൻ്റെ ഓരോ വാക്കുകളും എടുത്ത് പരിശോധിക്കാം. ഇഫ് എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നതാണ് ആശയം. ഇഫ് ക്ലോസിനെ സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ദ പേഴ്സൺ, ആ വ്യക്തി, എങ്ങനത്തെ വ്യക്തിയാണ്? ഹു, ആരാണ് അയാൾ? ഹാസ് ഗോട്ടൺ ഇൻ ടച്ച് വിത്ത് യു. ഗോട്ട് ഇൻ ടച്ച് എന്നുള്ള ആ ഫ്രേസ്, ഇത് ബന്ധം സ്ഥാപിക്കുക എന്ന ആശയത്തിന് ഉപയോഗിക്കുന്ന ഫ്രേസാണ് ഗോട്ട് ഇൻ ടച്ച് എന്നുള്ളത്. അപ്പോൾ ഹാസ് ഗോട്ട് ഇൻ ടച്ച് വിത്ത് യു, നിങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ച ആ വ്യക്തി ഹാസ് റിക്വസ്റ്റഡ്, ആവശ്യപ്പെടുകയാണെങ്കിൽ, എന്തിനാവശ്യപ്പെടുകയാണെങ്കിൽ? എനി കൈൻഡ് ഓഫ് പേഴ്സണൽ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, എനി കൈൻഡ് ഓഫ്, ഏതെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ, വ്യക്തിപരമായ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ, സാമ്പത്തികപരമായ ഇൻഫർമേഷൻ, വിവരങ്ങൾ, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസോ മറ്റോ ഇങ്ങനെയുള്ള വല്ല വിവരങ്ങളും അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, there is a good chance they are trying to trick you.
അവർ നിങ്ങളെ വഞ്ചിക്കാനുള്ള നല്ലൊരു സാധ്യത അവിടെയുണ്ട് എന്നതാണ് ഈ ആശയം, ഈ ഒരു സെൻറ്റൻസ് പറയുന്നത്. ഓരോ വാക്കുകളും നമുക്ക് നോക്കാം. there is എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നതാണ് ആശയം. എ ഗുഡ് ചാൻസ്, ഒരു നല്ല സാധ്യത, ഒരു അവസരം അവിടെയുണ്ട്. എന്തിന്? they are trying to trick you. അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. they എന്നുള്ള സബ്ജക്റ്റ് അത് പ്ലൂറൽ ആയതുകൊണ്ടാണ് ആർ എന്നുള്ള സഹായക്രിയ ഉപയോഗിച്ചത്. അപ്പോൾ they are trying to, അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തിന്? to trick you, നിങ്ങളെ വഞ്ചിക്കാൻ. അപ്പോൾ അവർ നിങ്ങളെ പറ്റിക്കാനുള്ള ഒരു നല്ല സാധ്യത, ഒരു നല്ല അവസരം അവിടെയുണ്ട്. അവരിങ്ങനെ വല്ലതും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ങളെ വഞ്ചിക്കാനായിരിക്കാം എന്നതാണ് ഈ ഒരു സെൻറ്റൻസ് പറയുന്ന ആശയം. In such situations, verify the authenticity of the person or company. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രാമാണ്യത്തെ നിങ്ങൾ ഉറപ്പിക്കണം എന്നതാണ് ഈ സെൻറ്റൻസ് പറയുന്ന ആശയം. ഇൻ സച്ച് സിറ്റുവേഷൻസ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ വെരിഫൈ, നിങ്ങൾ ഉറപ്പിക്കണം. ദ ഓതൻറ്റിസിറ്റി, പ്രാമാണ്യത്തെ നിങ്ങൾ ഉറപ്പിക്കണം. ആരുടെ? ഓഫ് ദി പേഴ്സൺ, ഈ വ്യക്തിയുടെ, ഓ കമ്പനി, അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയുടെ, നമുക്ക് മെസ്സേജ് വന്നത് ഏതെങ്കിലും കമ്പനിയുടെ നെയിം വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ഓതൻറ്റിസിറ്റി, അവരുടെ പ്രാമാണ്യത്തെ നമ്മൾ ഉറപ്പിക്കണം. Until then, don't reply back to the sender or interact with their message contents. അതുവരെ നിങ്ങൾ ആ മെസ്സേജ് അയച്ച വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ആ മെസ്സേജുമായി ബന്ധപ്പെട്ട, നിങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയ ആ വ്യക്തിക്ക് നിങ്ങൾ മറുപടി നൽകാൻ നിൽക്കരുത് എന്നതാണ് ഈ സെൻറ്റൻസ് പറയുന്ന ആശയം. അൻറ്റിൽ ദെൻ എന്ന് പറഞ്ഞാൽ അതുവരെ. നിങ്ങളങ്ങനെ അവരുടെ ഓതൻറ്റിസിറ്റി ഉറപ്പിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഡോണ്ട് റീപ്ലൈ ബാക്ക്, നിങ്ങൾ മറുപടി കൊടുക്കരുത്. ടു ദി സെൻഡർ, ഡോണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്, നമുക്കറിയാവുന്ന ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ ഡോണ്ട് റീപ്ലൈ ബാക്ക്, തിരിച്ച് നിങ്ങൾ മറുപടി നൽകരുത്. ടു ദി സെൻഡർ, ആർക്ക്? ടു ദി സെൻഡർ, നിങ്ങൾക്ക് ആ മെസ്സേജ് അയച്ച ആ വ്യക്തിക്ക്. സെൻഡർ എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ച വ്യക്തി. ഓർ അല്ലെങ്കിൽ ഇൻ്ററാക്ട്, സമ്പർക്കം പുലർത്തിയ ആൾ, ആരും? വിത്ത് ദെയർ മെസ്സേജ്, അവരുടെ മെസ്സേജ് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആ മെസ്സേജിൻ്റെ ഉള്ളടക്കം, അതുമായി നിങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തിയ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മെസ്സേജ് അയച്ച വ്യക്തിക്ക് നിങ്ങൾ അവരുടെ ഓതൻറ്റിസിറ്റി ഉറപ്പിക്കുന്നത് വരെ നിങ്ങൾ അവർക്ക് റിപ്ലൈ കൊടുക്കരുത് എന്നതാണ് ഈ ഒരു സെൻറ്റൻസിലൂടെ പറയുന്ന ആശയം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ ചില ഫ്രേസുകൾ, പുതിയ ചില വാക്കുകൾ, അതൊക്കെ നമ്മുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റീഡിംഗ് ഫ്ലുവൻസി വർദ്ധിപ്പിക്കാനൊക്കെ ഈ വായന നമ്മളെ സഹായിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റു ചില കാര്യങ്ങളുമായിട്ട്